പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർമ്മപദത്തിൽ വ്യക്തമായ ബോധ്യമില്ലാത്ത ഒരാൾക്കും ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് വാസ്തവം. ചിന്തകൾ സുതാര്യമാക്കുക, മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ദൃഢപ്പെടുത്തുക. ആഗ്രഹങ്ങൾ ദൃഢപ്പെടുത്തുന്നതോടുകൂടി പ്രതീക്ഷയുടെ കിരണങ്ങൾ നമ്മളിലേക്ക് വഹിക്കുക. എത്തേണ്ട സ്ഥലത്ത് തീർച്ചയായിട്ടും എത്തിച്ചേരും. വിശ്വാസം, ആത്മസമർപ്പണം, ഉറച്ച തീരുമാനം, നിലപാടുകളിലെ സുതാര്യത, ഇത് തന്നെയാണ് ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ രഹസ്യവും. വിജയത്തിന് വേണ്ടി ചിന്തയും ആത്മസമർപ്പണവും നടത്തൂ. വിജയിക്കുന്ന കരങ്ങളിലേക്ക് ശക്തിയായി ഈശ്വരൻ്റെ പ്രകാശകിരണങ്ങൾ പതിക്കും. ഇത് യാദൃച്ഛികമല്ല, ഇത് സത്യസന്ധമാണ്. നമുക്കിതൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കല്ലുകളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ പറയുന്നത് പോലെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കല്ല് ഏറ്റവും മനോഹാരിതയുള്ള ഒരു കല്ല് തന്നെയാണ്. നമ്മളെപ്പോഴും ധരിക്കുമ്പോൾ രത്നങ്ങളെന്ന് പറഞ്ഞ് ബ്ലൂ സഫയർ, യെല്ലോ സഫയർ, റൂബി, കാറ്റ്സൈ, എമറോൾഡ്, ഇങ്ങനെയുള്ള വിവിധ ഇനം സ്റ്റോണുകളെ നമ്മൾ രത്നങ്ങളായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ധരിക്കാറുണ്ട്. അപ്പോൾ ഈ രത്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ഒരു രത്നമായിട്ട് നമുക്ക് എമറോൾഡ്, മരതകത്തെ നമുക്ക് ചിന്തിക്കാം. മരതകത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും നല്ല എമറോൾഡ് കിട്ടുന്നത് ബെർലിൻ എന്ന് പറയുന്ന കാരണം ബെർലിൻ മൈൻസിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതാണ്. ആ എമറോൾഡ് നമ്മൾ ധരിക്കുമ്പോൾ എല്ലാ മൈൻസിലും ക്ലാരിറ്റിയുള്ള ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറീസ് ഉണ്ട്. ഞാൻ എന്താണ് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ട്രിപ്പിൾ എ ആണ് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്ന സ്റ്റോൺസ്. ട്രിപ്പിൾ എ എന്ന് പറഞ്ഞാൽ ഒരു കോഡാണ്. ആ കോഡിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏറ്റവും നല്ല ക്വാളിറ്റി ബേസിലുള്ള കാറ്റഗറീസിനെയാണ് ട്രിപ്പിൾ എ എന്ന് പറയുന്നത്. ട്രിപ്പിൾ എ പ്ലസ് കൊണ്ട് അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതാണ്. കാര്യം ട്രിപ്പിൾ എ പ്ലസ് എന്ന് പറയുമ്പോൾ 1 ക്യാരറ്റ് മുതൽ 5 ക്യാരറ്റ് വരെയുള്ള ഒരു റൂബി സ്റ്റോണിന് 1 ക്യാരറ്റ് മുതൽ 5 ക്യാരറ്റ് വരെയുള്ള ഒരു റൂബി സ്റ്റോണിന് പ്രൈസ് എന്ന് പറയുന്നത് 2.5 crore, 2.5 കോടി മുതൽ 5 കോടി വരെ വിലയുണ്ട്. ഞാൻ റൂബിയുടെ കാര്യം, എമറോൾഡിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ അതിലോട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിലേക്ക് ചിന്തിക്കുമ്പോൾ 2.5 കോടി രൂപയുടെ സ്റ്റോൺ എടുക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ മൊത്തത്തിൽ നോക്കിയാൽ ചിലപ്പോൾ എത്ര പേരെടുക്കും? ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഈ ഇന്ത്യക്കകത്ത് തന്നെ എത്ര പേരെടുക്കും? എടുക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളുടെ ഹൈ ക്വാളിറ്റി ട്രിപ്പിൾ എ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റിയിൽ നമുക്ക് സെമി ട്രാൻസ്പെറൻ്റ് അല്ലാത്ത, ഒപ്പാക്ക് പിടിച്ചതല്ലാത്ത, ഡയമണ്ടിൽ തന്നെ ഫ്ലൂറസൻസ് ഇല്ലാത്ത നമുക്ക് കാറ്റഗറീസ് എല്ലാം ട്രിപ്പിൾ എ ക്വാളിറ്റിയിൽ വരും. അതുകൊണ്ടാണ് അതിനെ ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ എമറോൾഡിൻ്റെ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ തൊട്ട് ശാന്തം, റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈ ക്വാളിറ്റിയുടെ ബേസ് വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാര്യം അതിൽ താഴെ പോയാൽ സെമി ട്രാൻസ്പെറൻ്റ് ആവാം, സിന്തറ്റിക് ആവാം. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ഞങ്ങളെപ്പോഴും ഹൈ ബ്രാൻഡ് എന്ന് പറയുന്നില്ല, ഹൈ ക്വാളിറ്റി, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മജിസ്റ്റി ഇൻ എവരി ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് തന്നെ ഓരോ ക്യാരറ്റിലും ഉണ്ട്. നമ്മൾ അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റോൺസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇനി വരാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ എല്ലാവരും കൃത്യമായിട്ടുള്ള വിശകലനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ അവർക്ക് രത്നം കൊടുക്കാറുള്ളൂ. അതിൽ എമറോൾഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. എമറോൾഡ് മരതകം എന്ന് മലയാളത്തിൽ ഇതിനെ നാമനിർദ്ദേശം ചെയ്യാം. ഈ മരതകം, ഈ എമറോൾഡ് എന്ന് പറയുന്ന സ്റ്റോൺ പച്ച കളറിൽ ഭൂമിയുടെ മൊത്തത്തിലുള്ള ചിത്രം പല
തലങ്ങളിലേക്ക് ഒരു പഞ്ഞി വിതറിയതുപോലെ അകത്ത് ഇൻക്ലൂഷനോടുകൂടി കാണപ്പെടുന്ന ഒന്നാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇൻക്ലൂഷൻസ് വാരി വിതറിയ, പ്രകൃതി ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചിരിക്കുന്ന എമറോൾഡ് എന്ന് പറയുന്ന മരതകം പ്രാചീന കാലം മുതൽക്ക് തന്നെ വളരെ ശക്തിയാർന്ന രത്നശേഖരങ്ങളിൽ ഒന്നായിട്ട് മരതകത്തെ രാജാക്കന്മാർ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? രാജാക്കന്മാരുടെ ശേഖരണത്തിൽ മരതകത്തെ ഏറ്റവും ശക്തി ആർജിച്ച് കാണുന്നത് ബിസിനസ് പരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് മരതകം ഏറ്റവും അനുയോജ്യമാണ്. ബിസിനസ് തുടങ്ങുന്ന ഒരാൾ, അയാളെ സ്റ്റാർട്ടിങ്ങിൽ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് മരതകമാണ് ധരിക്കേണ്ടതെങ്കിൽ അവൻ്റെ സമയം നല്ലതായി എന്നാണ് ഋഷിവര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഓരോ ഉയർച്ചകളും താണ്ടുവാൻ മരതകം ധരിച്ചാൽ സാധിക്കും. അപ്പോൾ എത്ര പേർക്ക് മരതകം ധരിക്കും? അപ്പം നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ ഈ ഗ്രഹതല വെച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, മരതകം അവിടെ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരു നിമിത്തം. അപ്പോൾ തിരിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. 50 വയസ്സായ ഒരാളിൻ്റെ ഗ്രഹനിലയിൽ വരുന്ന മാറ്റമാണോ 20 വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കുണ്ടാവുന്ന ഗ്രഹനില? നിയോഗവും നിമിത്തവും ഇതിൽ ആശ്രയിച്ചിരിക്കുന്നു. 50 വയസ്സായ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എമറോൾഡ് ധരിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അതേ സ്ഥാനത്താണോ 20 വയസ്സുള്ള ഒരാൾ? അയാളുടെ ബിസിനസ് 20 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ലോങ് ജേണിയുണ്ട്. 50 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 30 വർഷം കൊണ്ട് ഒരു ബിസിനസ്സും തൊട്ടുടനെ വളർന്ന് പന്തലിക്കില്ല. അതിനൊരുപാട് ഘട്ടങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പം അതിനെയൊക്കെ ഓരോ ചവിട്ടുപടികളായി കണ്ടുകൊണ്ട് വരുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മരതകം യൂസ് ചെയ്യാൻ സാധിക്കും. മരതകത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ്. ഏറ്റവും നല്ല, ഏറ്റവും എനർജറ്റിക്കലായിട്ട് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ട് കിട്ടുന്ന കല്ലുകളെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നത് മരതകമാണ്. എത്ര പേർക്ക് ധരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ മരതകത്തിൻ്റെ ഗുണം അതാണ്. നമുക്ക് മരതകം ധരിക്കാൻ പറ്റിയൊരു ഭാഗ്യം തന്നെയാണ്. എമറോൾഡ് എന്ന് പറയുന്നത് ധരിക്കാൻ സാധിക്കുന്നെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അത് ഏറ്റവും നല്ല ക്ലാരിറ്റിയുള്ള എമറോൾഡ് ധരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യക്കകത്തും മൈനുണ്ട്. ഇന്ത്യയുടെ മൈൻ വരുന്ന സമയത്ത് ഒപ്പാക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ബെർലിൻ മൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്ലാരിറ്റി. കല്ലിൻ്റെ അകത്ത് നമ്മുടെ ശരീരത്തിലുള്ള പോലെ ഓരോ ജെനറ്റിക് ലൈനും ഉണ്ട്. നമുക്കിപ്പം നമ്മുടെ വെയിൻസ്, ബ്ലഡ് സർക്കുലേഷൻ വെയിൻസാണ് പ്രധാനപ്പെട്ടതെങ്കിൽ കല്ലിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് കിട്ടുന്ന എന്തിലും, ചെടി, നമ്മളൊരു വൃക്ഷം, നമ്മളൊരു ചെടി, ഈ ചെടി ഭൂമിയിലേക്ക് നമ്മൾ നടുന്നു. അത് നട്ട് കഴിഞ്ഞിട്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിൻ്റെ വേര് പിടിക്കുമ്പോൾ നമ്മൾ അതിനെ പിഴുതെടുത്താൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ വേരെങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, ആ വേരിൽ നിന്ന് ചെറിയ ചെറിയ വേരുകൾ എങ്ങനെ മൂവ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്തിനും, പ്രകൃതിയിൽ വളരുന്ന എന്തിനും അതിലൊരു ജെനറ്റിക് ഘടനയുണ്ട്. അതാണ് നാച്ചുറലും സിന്തറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. നാച്ചുറലും ലാബ് ഗ്രൗണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ ലാബ് ഗ്രൗണ്ടിലേക്ക് പോയാലും നാച്ചുറലിലേക്ക് വന്നാലും നമ്മൾ എന്തിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താലും നമുക്ക് ഈ ജെനറ്റിക് വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനത്തിന്, അതായത് നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ തനിമയേറുന്നതല്ല. നാച്ചുറലായിട്ട് പ്രകൃതിയിൽ നിന്ന് ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ട് അതിലേക്കുള്ള ഫോർമേഷൻ ക്രിയേറ്റിവിറ്റിയിലൂടെ കിട്ടുമെന്നും ചിന്തിക്കുന്നതിനോട് ഞാനൊരിക്കലും യോജിക്കില്ല. അതിൽ നാച്ചുറലായിട്ട് കിട്ടുന്നതിൻ്റെ എനർജി അത് തന്നെയാണ്. ഒരു വൃക്ഷത്തൈ നമ്മൾ നടുമ്പോൾ അതിൻ്റെ വേര് വ്യാപിക്കുന്ന എന്തിനാ? അതിലേക്ക് വരുന്ന ജലാംശങ്ങളെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതിനാവശ്യമുള്ള ആഹാരങ്ങൾ, അതിലുള്ള എനർജൈസി ആയിട്ടുള്ള കണ്ടന്റുകൾ വലിച്ചെടുക്കാനാണല്ലോ ഈ വേരുകൾ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് പല സൈഡിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് രത്നങ്ങളുടെ അകത്ത് കാണപ്പെടുന്ന ജെനറ്റിക് ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഇത്രയും പ്രോസസ്സിംഗ് ആയിട്ടുള്ള എനർജി പ്രോസസ്സിംഗ് പ്രൊവൈഡിങ് ആണ്. ഓരോ മിനറൽസ് അതിലേക്ക് ഫോം ആവുകയാണ്. എന്ത് മനോഹാരിതയാണ്! ഏതെങ്കിലും ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന് ദൈവം ഇങ്ങനെയുള്ളൊരു ഘടന സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈ ഒരു പ്രോസസ്സിങ് സൃഷ്ടിച്ചിട്ടുണ്ടോ? മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ജീവജാലം, നമ്മളെ വസ്തുക്കൾക്കും പ്രകൃതിയാണല്ലോ ഏറ്റവും മനോഹാരിതയും, പ്രകൃതിയാണല്ലോ ഏറ്റവും വലിയ സൗന്ദര്യവും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
പ്രകൃതിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് കണ്ടുകൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാടില്ലേ? ഭൂകമ്പങ്ങളും പ്രളയവും വെള്ളപ്പൊക്കവും. അതിലൊന്നും ഞാൻ വലിയ സമ്പാദ്യമുള്ള ഒരാളാണ്, എന്നെ പ്രളയം വരത്തില്ല, എനിക്ക് ഭൂകമ്പം വരത്തില്ല എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ എപ്പോഴും തല കുനിക്കുന്നത് പ്രകൃതിയുടെ മുമ്പിലും പ്രകൃതിയാണ് ഈശ്വരനെന്ന് വിശ്വസിക്കുമ്പോഴാണ്. ഇന്ന് അന്യരാജ്യങ്ങളിൽ ദുബായിലായാലും ശരി, അബുദാബിയിലായാലും ശരി, മറ്റ് രാജ്യങ്ങളിലൊക്കെ യുദ്ധം നടക്കുന്നു. ഈ യുദ്ധം നടക്കുമ്പോൾ എത്രയോ പേര് ദുഃഖത്തിലാകുന്നുണ്ട്, എത്രയോ പേര് വിഷമത്തിലാകുന്നുണ്ട്. ആ യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ പേർക്കും ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകർന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അവരൊരു ദിവസം കൊണ്ട് നിസ്സഹായരായി തീരും. അവരൊറ്റ ദിവസം കൊണ്ട് നിസ്സഹായരായി തീർന്നു കഴിഞ്ഞാൽ അവരുടെ ഇത്രയും കാലത്തെ അധ്വാനം, ഇത്രയും കാലത്തെ സമ്പാദ്യം ഇതെല്ലാം നശിച്ചു പോവുകയാണ്. അപ്പോൾ ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യനെന്ന് പറയുന്നത് നമുക്ക് കണ്ണടച്ച് തുറക്കാൻ മാത്രമേ ദൈവം ടൈം തന്നിട്ടുള്ളൂ. അതിനപ്പുറമുള്ള ചിന്തകളെല്ലാം നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്, അനുഗ്രഹമാണ്. അനുഗ്രഹത്തെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ച് വേണം നമ്മുടെ ലൈഫ്. അതാണ് എപ്പോഴും നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. സത്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആഹാരം മേടിച്ചു കൊടുക്കണം, എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല. നമ്മൾ നമ്മുടെ കർമ്മത്തിൽ മുഴുകി അതിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ടൈമിൽ നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്താൽ, ഒരാൾക്കൊരു സഹായം ചെയ്താൽ, വാക്കുകൊണ്ടായിരിക്കാം, സമ്പാദ്യം കൊണ്ട് തന്നെ വേണമെന്നില്ല. വിഷമിച്ചിരിക്കുന്നവനെ നല്ല വാക്ക് കൊടുത്ത് അവൻ്റെ എനർജി ഒന്ന് സമാധാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒന്നും കൂടി പറയാം, ഏറ്റവും മനോഹാരിതയുള്ള മരതകമെന്ന് പറയുന്ന രത്നം, അത് ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ദൈവം, പ്രപഞ്ചം ഇതിലേക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത്, അത് ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എനർജി നമുക്ക് ബിസിനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രവർത്തന മികവ് അതിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. നന്ദി, നമസ്കാരം.